പെൺകുട്ടികൾക്ക് സ്ത്രീധനം കൊടുത്താലും കൊടുത്തില്ലെങ്കിലും മരണം ഉറപ്പാണ്. അതുപോലെ ഒപ്പം സംശയരോഗങ്ങളും ഈ പയ്യന്മാർക്കുണ്ടാകുന്ന സംശയരോഗങ്ങളും കാരണമാണ്. പിന്നെ ഇന്നത്തെ ഈ സമൂഹത്തിലെ ഇപ്പോഴത്തെ തലമുറയിൽ ഒരുപാട് പെൺകുട്ടികളുടെ ആത്മഹത്യയ്ക്കും മരണത്തിനും ഒക്കെ വഴിയൊരുക്കുന്നത് അതാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞാൽ പെൺകുട്ടികൾ എല്ലാ സൗഹൃദങ്ങളും, അതായത് വീട്ടുകാർ ഉൾപ്പെടെയുള്ള സൗഹൃദങ്ങൾ ഒഴിവാക്കണം എന്നാണ് ഇവർ പറയുന്നത്. നമ്മളുടെ മനസ്സിലുള്ള ഒരു പ്രയാസം ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ താങ്ങാവുന്നതിലും അധികമാകുമ്പോൾ ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നാറില്ലേ? അതുപോലും പാടില്ല. അങ്ങനെ അടിച്ചമർത്തപ്പെടുന്ന ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. ഇന്നൊരു കുട്ടിയുടെ കണ്ണുനീരിൽക്കുന്ന ഒരു പരാതി പുറത്താണ് ഞാൻ ഈ രാവിലെ തന്നെ ഇത് പറയാൻ പോകുന്നത് കേട്ടോ. എറണാകുളം ഭാഗത്താണ്. ഞാൻ സ്പെസിഫൈ ചെയ്ത് ലൊക്കേഷൻ പറയരുതെന്ന് പറഞ്ഞു, പേര് പറയരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനതൊന്നും പറയുന്നില്ല. പക്ഷേ വർഷങ്ങളായി ആ കുട്ടി നേരിടുന്ന ഒരു മാനസിക പീഡനമാണ്. ശാരീരികമായിട്ടുള്ള പീഡനങ്ങളുമുണ്ട്. ആ പയ്യൻ്റെ അച്ഛനും അമ്മയും കൂടെ ഉണ്ട്. അവർ സപ്പോർട്ടാണ് ഇതിന്. ആ പയ്യൻ ചെയ്യുന്നതും പറയുന്നതിനും എല്ലാം അവർ സപ്പോർട്ടാണ്. കാരണം എന്ന് വെച്ചാൽ അച്ഛനും അമ്മയ്ക്ക് ഈ പെൺകുട്ടി എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട്. അവർ മൗനമാണ്. ഇവൻ എന്ത് പറഞ്ഞാലും ചെയ്താലും മൗനമാണ്. പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ കൊണ്ടുപോയി പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആരും കേസെടുക്കത്തില്ല, ആരും ഒന്നും ചെയ്യത്തില്ല, അവർക്ക് അനുകൂലമായിട്ട് നിൽക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ കുട്ടിക്കൊരു ചെറിയൊരു പേടി, ഭയം എന്ന് വെച്ചാൽ അങ്ങനെ ആയിരിക്കുമോ എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടും അതിനൊരു വിശ്വാസം വരുന്നില്ല. പ്രിയപ്പെട്ട ജനപാലകരെ, നിയമപാലകരെ, നിങ്ങളത് ശ്രദ്ധിക്കുക. എറണാകുളം ഭാഗത്താണ്. സ്പെസിഫൈ ചെയ്ത ലൊക്കേഷൻ പറയരുത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ, പേരും പറയുന്നില്ല. പക്ഷെ ആ കുട്ടി വർഷങ്ങളായിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സംഭവം ആരുമായിട്ടും വീട്ടുകാരുമായിട്ട് പോലും ഒന്ന് സഹകരിക്കരുത് എന്ന് പറയുന്ന ഒരു കൂട്ടരുടെ ഇടയിലായിട്ടാണ് ആ കുട്ടി ചെന്ന് കയറിയത്. ഈ പയ്യൻ്റെ അച്ഛനും അമ്മയും എല്ലാം ഇതിന് ഉത്തരവാദികളാണ്. ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവർ മാത്രമായിരിക്കും ഉത്തരവാദി. കാരണം അവർ മൗനാനുവാദം കൊടുത്ത് മിണ്ടാതിരിക്കണം. അവർ കേട്ടുകൊണ്ടിരിക്കണം. അച്ഛൻ പ്രതികരിക്കുകയില്ല, അമ്മ മകനിങ്ങനെ എരിവ് കയറ്റിക്കൊണ്ടേയിരിക്കും. അതാണ് അവിടെ നടക്കുന്നത് കേട്ടോ. കുട്ടികളെപ്പോലും അങ്ങനെ ആക്കി ട്രെയിൻ ചെയ്ത് വച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ആ കുട്ടി എപ്പോഴെങ്കിലും ഇനി എന്നോട് വന്നത് ക്ലിയർ ചെയ്ത് പറയുകയാണെങ്കിൽ ഞാൻ കറക്റ്റായിട്ടും അത് പറയും. പക്ഷേ എന്നാലും ഒന്ന് സൂചിപ്പിക്കുകയാണ്, എപ്പോഴും ജാഗ്രതയായിട്ടിരിക്കുക. നിങ്ങൾക്കൊരു മരണം